ടിക്കറ്റില്ലാത്ത യാത്രക്കിനി കനത്ത പിഴ. ടിടിമാർക്ക് പുതിയ ടാർജറ്റ്. ട്രെയിനിൽ ടിക്കറ്റില്ലാത്ത യാത്രക്കിനി കൂടുതൽ പിടി വീഴും. ടിക്കറ്റില്ലാത്ത യാത്രക്കാരെ കണ്ടെത്തി പിഴ ചുമത്താൻ പരിശോധകർക്കും സ്ക്വാഡിനും റെയിൽവേ പുതിയ ടാർജറ്റ് നൽകി. ടിക്കറ്റില്ലാത്തവരിൽ നിന്നും പിഴ ഈടാക്കി വരുമാനം കൂട്ടാനാണ് നിർദ്ദേശം. പിഴ കിലോമീറ്ററിനനുസരിച്ച് ഈടാക്കും. സീസണൽ ടിക്കറ്റുകാർ സ്ലീപ്പർ കോച്ചിൽ കയറുന്നത് ഉൾപ്പെടെ ടിക്കറ്റില്ലാത്ത യാത്രയുടെ പിഴയിൽപ്പെടും. നിലവിൽ പാലക്കാട് ഡിവിഷനിലെ സ്ലീപ്പർ കോച്ച് നോക്കുന്ന ഒരു ടിക്കറ്റ് പരിശോധകന് ഒരു മാസം 10,000 രൂപയാണ് പിഴത്തുക ടാർജറ്റ്. ഇനി ഒരു TTE മാസം 25,000 രൂപ സമാഹരിക്കണം. ഒരു വർഷം 27 കോടി രൂപയാണ് ഏകദേശം ടാർജറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. പിഴ നിരക്കിലും നേരിയ വർധനവുണ്ട്. യാത്രക്കിടയിൽ സീറ്റ് മാറ്റം വഴി നിലവിൽ പരിശോധകർ നേടിക്കൊടുക്കുന്ന വരുമാനം കൂടാതെയാണിത്. സ്ക്വാഡ് TTEമാരും ഉയർന്ന പിഴത്തുക സമാഹരിക്കണം. കോച്ച് മാറിക്കയറുന്നത് ഉൾപ്പെടെ നിസ്സാര കാര്യങ്ങൾ പോലും ഇനി പിഴ ഈടാക്കി തുടങ്ങും. ഇത് വണ്ടിക്കകത്ത് യാത്രക്കാരുടെ സംഘർഷമുണ്ടാക്കുമെന്ന് യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അൺറിസർവ്ഡ് സീസണൽ ടിക്കറ്റിൽ വൻ വർധനവുണ്ടായിട്ടും റെയിൽവേ ഡി റിസർവ്ഡ് കോച്ച് കൂട്ടുന്നില്ല. യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് സംവരണം അനുവദിക്കുന്ന വണ്ടികളുടെ എണ്ണം കൂടാതെ ഉള്ള കോച്ചുകളുടെ എണ്ണം വെട്ടിക്കുറച്ചു. സ്ലീപ്പർ കോച്ച് കുറച്ച് ഈസിയാക്കിയപ്പോൾ മലബാർ എക്സ്പ്രസ് ഉൾപ്പെടെ പല വണ്ടികളിലും സംവരണ കോച്ച് നഷ്ടപ്പെട്ടു. പകൽ യാത്രയിൽ സ്ലീപ്പർ കോച്ചിലേക്ക് കയറിയാൽ സ്ക്വാഡ് പിടിക്കും, പിഴ ഈടാക്കും. ഷൊർണൂർ മംഗളൂർ സെഷനിലെ 307 കിലോമീറ്റർ റൂട്ടിൽ പകൽ സ്ലീപ്പർ ടിക്കറ്റ് നൽകാത്തതും മെമോ വണ്ടി ഇല്ലാത്തതും കനത്ത തിരിച്ചടിയാണ്. കൂടാതെ യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്കിംഗ് എളുപ്പമാക്കുന്നതിനും ദുരുപയോഗ ക്രമക്കേടുകളും തടയുന്നതിനും നടപടികൾ ശക്തമാക്കി IRCTC. 3 കോടിയിലധികം സംശയാസ്പദമായ യൂസർ ഐഡികൾ റെയിൽവേ പ്രവർത്തനരഹിതമാക്കി. അനധികൃത ടിക്കറ്റ് ബുക്കിംഗ് തടയുന്നതിനാണ് നടപടി. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്.